بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. صدق الله. സൂറത്തുൽ ഫലഖ് രണ്ടിനും ഒന്നിച്ചിട്ട് പറയുന്ന സൂറത്തും പേരാണ് സൂറത്തുൽ ഫലഖ്. സൂറത്തുൽ നാസിനും കൂടിയിട്ട് സൂറത്തുൽ മുഅവ്വിദത്തൈൻ എന്ന് പറയും. രണ്ടും കാവലിനെ ചോദിക്കുന്ന സൂറത്താണ്. ഒരുപാട് സിഹറടക്കമുള്ള വലിയ വലിയ ഇടങ്ങേറുകൾ ബാത്തിലാക്കാനുള്ള പവർ അള്ള കൊടുത്ത സൂറത്തുകൾ. സിഹർ കണ്ണേറിൽ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പോലും സിഹറ് കൊണ്ട് അന്നത്തെ ആളുകൾ പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. ഹബീബായ നമ്മള് സിഹർ ചെയ്തിട്ട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. സിഹർ എന്ന് പറഞ്ഞാല് പ്രയാസപ്പെടുത്താന്ന് പറഞ്ഞാല് അത്തുമിത്തും പറയുന്ന രൂപത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിയെന്നതല്ല. സിഹർ കൊണ്ട് ചില ആളുകൾ മെന്റലാവരുണ്ട്, ഭ്രാന്തന്മാരാവരുണ്ട്, സ്വന്തം ശരീരത്തെ മറന്നിട്ട് നടക്കുന്ന ഒരവസ്ഥയുണ്ട്. സിഹർ ആ രൂപത്തിൽ ശൈത്താൻ അത്ര വലിയ പവറുണ്ട് എന്നതാണ്. കൊടുത്തത് തന്നെയാണ്, ശൈത്താന്റെ പവർ കൊടുത്തത് തന്നെ. പക്ഷെ ആ രൂപത്തിലുള്ള കഴിവ് കൊടുത്തിട്ട് ജനങ്ങളെ പല രൂപത്തിലും പ്രയാസപ്പെടുത്താനും ശൈത്താനും അള്ളാഹ് അധികാരം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അസ്സബുൽ മുബീഖാൻ, മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന 7 വൻദോഷങ്ങളിൽ എണ്ണിപ്പറഞ്ഞ വലിയ ഒരു കുറ്റമാണ് സിഹർ എന്ന്. സിഹർ ഒരാൾ ചെയ്താൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. എന്താ പുറത്തു പോകുന്നത്? സിഹർ ചെയ്യുമ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള വിശ്വാസം മാറ്റിവെച്ച് അയാള് ശൈത്താനിൽ നിന്ന് വിശ്വസിക്കണം. കുട്ടിച്ചാത്താനും അതുപോലെ മറ്റുള്ളത് പലതും അങ്ങനെ. അതുകൊണ്ട് നമ്മുടെ സമുദായത്തിന്റെ അവസ്ഥ അങ്ങനെയാണ്. പിന്നെ ഇടയ്ക്ക് മൂന്നാമത് കഴിഞ്ഞ ആഴ്ച എന്തോ ഒരു മറ്റുണ്ടല്ല ദർശനം വിളിക്കുന്നവർ തന്നെ അമ്പലത്തിലല്ല പൂജാരിയല്ല, വെളിച്ചപ്പാട്. ഈ വെളിച്ചപ്പാടിന്റെ അടുത്ത് പോയിട്ട് ഉൾക്കല്ല് ഇട്ടിട്ടാണ്. അതാണ് ബുദ്ധിമുട്ട്. ഉൾക്ക മാറ്റി വെച്ച് പോയാലും പ്രശ്നമുണ്ടായില്ല. ഈ പറത ഇട്ടിട്ട് അത് ആ അടിപൊളി പെണ്ണാണ്, നല്ല ഒരു യുവതി, നല്ല സൗന്ദര്യമുള്ള, കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നിട്ട് ഈ വെളിച്ചപ്പാടിന്റെ കൈ പിടിച്ചിട്ട് ബുദ്ധിമുട്ട് പറയാം. വെളിച്ചപ്പാട് പറയുന്നത് പള്ളിന്റെ മാത്രമാണ്. ഈ വെളിച്ചപ്പാട് ഈ പെണ്ണിനോട് പറഞ്ഞു കൊടുക്കുന്നത് പള്ളിന്റെ മാത്രമാണ്, അള്ളാഹുവിന്റെ മാത്രമാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ വിശ്വാസമൊന്നുമില്ല. ഈ വെളിച്ചപ്പാടിന്റെ കൈ പിടിച്ചിട്ട് ഓരോ ബുദ്ധിമുട്ട് പറയുന്ന ഒരവസ്ഥ. പിന്നെ ഒരു ചെറുപ്പക്കാരുണ്ട്, മകളെന്ന് അറിയില്ല, ഒരു സഹോദരനുണ്ട്. എന്തൊരവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുമായുള്ള വിശ്വാസം നേരെ നീക്കിവെച്ച് നമ്മുടെ ബുദ്ധിമുട്ട് മാറ്റാനും പ്രയാസങ്ങൾ മാറ്റാനും അള്ളാഹ്ക്കൊന്നും കഴിയില്ല. പക്ഷെ ഈ വെളിച്ചപ്പാടിന് കഴിയും. കാരണം അവന്റെ ഉള്ളിൽ കൂടുന്ന ശൈത്താൻ, ആ ശൈത്താൻ നമ്മുടെ ബുദ്ധിമുട്ടൊക്കെ നീക്കും. ആ രൂപത്തിലുള്ള വിശ്വാസം പൂജാന്റെ അടുത്തും വെളിച്ചപ്പാടിന്റെ അടുത്തും ആളുകൾ പോയിട്ട് മനുഷ്യനെ ഇല്ലായ്മ ചെയ്യാൻ, മനുഷ്യന്റെ സന്തോഷം നശിപ്പിക്കാൻ വേണ്ടി സിഹറുമായി ബന്ധപ്പെടുന്ന ഒരവസ്ഥ. ഈ സിഹർ അതിൽ ബന്ധപ്പെടുമ്പോൾ അവന്റെ ഈമാനി നഷ്ടപ്പെട്ടു പോകും, കുഫറിലേക്ക് എത്തും. രണ്ടാമത് അവൻ ഷഹാദത്ത് കലിമ ചൊല്ലി വലിയൊരു വിശ്വാസത്തോടെ ഇസ്ലാമിലേക്ക് വരേണ്ടവനാണ്. വരണം, ഇല്ലെങ്കിൽ അവന്റെ ഈമാനല്ല, അവരെ മുസ്ലിം എന്ന് പറയൂല. ആ രൂപത്തിൽ വലിയ ഒരു തെറ്റായി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചതാണ് സിഹർ. ആ സിഹർ ഹബീബായ തങ്ങൾക്ക് വാദിച്ചപ്പോൾ റസൂലുള്ളാഹി തങ്ങളെയും സിഹർ കൊണ്ട് പ്രയാസപ്പെടുത്തിയപ്പോ അതിനെ ബാത്തിലാക്കാൻ ഹബീബായ തങ്ങളുടെ കയ്യിൽ അള്ളാഹു ഏൽപ്പിച്ച വലിയ മരുന്നുകളായിരുന്നു സൂറത്തുൽ മുഅവ്വിദത്തൈൻ എന്ന മഹാന്മാരായ മുഫസ്സിരീങ്ങൾ പറയാം. നല്ല നിയത്തോടെ, നല്ല ഖൽബോടെ നമുക്കതാണല്ലോ എപ്പോൾ പറയുന്ന രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് സൂറത്തുൽ ഇഖ്ലാസ്, അതുപോലെ ഈ മുഅവ്വിദത്തൈൻ സൂറത്ത് അത് ഓതി നമ്മുടെ കയ്യിലേക്ക് ഒന്ന് ഊതി, എന്നിട്ട് നമ്മുടെ തലയും മുഖയും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ ഒന്ന് തടങ്ങി കൊടുത്താൽ സർവ്വ ബുദ്ധിമുട്ടും പോകും. രാത്രി ഉറങ്ങുമ്പോ ഈ കിടക്കുമ്പോ സമയത്ത് ചിലപ്പോ വായെല്ലാം ഇങ്ങനെ പൊത്തിയിട്ട് അടച്ചിട്ട് ഉറങ്ങിയവനായിരിക്കും. ചിലപ്പോ വർക്കിന്റെ ഇടയിൽ നല്ല ആശക്തമായ വർക്ക് വരുമ്പോ വായം തുറക്കും, മൂക്കം തുറക്കും, ചെവിയും തുറന്നിട്ടാൽ എല്ലാം തുറന്നിട്ടാൽ അല്ലെ. പക്ഷേ ആ സമയത്തൊക്കെയും നമ്മളെ മുന്നില് നമ്മളെ കാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അടുത്ത് അള്ളാഹു മലക്കുകൾ നിർത്തുന്നു എന്നതാണ്. അപ്പൊ ആ മലക്കുകൾ പ്രത്യേകമായ ഒരു കാവൽ കൂടുതലായി നമുക്ക് കിട്ടാൻ ഈ സൂറത്തിൽ ഓതിയാൽ ശരീരത്തിന്റെ വലിയ കാവലാണ് ചെയ്യേണ്ടതാണ്. വന്നതിന് ശേഷം പണിയെടുക്കാനല്ല, പാമ്പ് കടിച്ചതിന് ശേഷം വരുന്ന അങ്ങനല്ല.
വാങ്ങിയാൽ ചിലപ്പോൾ രക്ഷപ്പെടും, മരിച്ചു പോകും. അല്ലെ? ഇതിനിടയ്ക്ക് പത്രത്തിൽ വാട്സപ്പിൽ കണ്ടിട്ടില്ല, MLA-യുടെ വീടിന്റെ ബെഡ്റൂമിൽ മൂർഖൻ പാമ്പ്. പിന്നെ ഞമ്മടെ പോലെ അവസ്ഥ പറയണോ? ഞമ്മടെ പോലൊക്കെ വാക്ക് കടക്കുന്നതിന് പ്രയാസമുണ്ടോ? വലിയ കാവലുള്ള വലിയ ആളുകളുടെ വീടിന്റെ ഉള്ളിലേക്ക് പോലും അവർ കിടക്കുന്ന ബെഡിന്റെ അടിയിൽ പോലും മൂർഖൻ കയറുന്നുണ്ടെങ്കിൽ നമ്മുടെ വീടൊന്നുമല്ല. പക്ഷേ നമുക്ക് ആരുടെ കാവൽ? അല്ലാഹുവിന്റെ കാവലുണ്ടാകും. ആ കാവലുണ്ടാകാൻ ഞങ്ങളെ സഹായിക്കുന്ന വലിയ സൂറത്താണ് ഈ സൂറത്തുൽ ഫലഖ്, അതുപോലെ ഇനി വരുന്ന സൂറത്തുൽ നാസ്. ഇത് രണ്ടും പതിവായിട്ട് ഞങ്ങൾ ഓതുന്നവരാണ് എല്ലാ സമയങ്ങളിൽ, രാത്രിയാണെങ്കിലും പകലാണെങ്കിലും കിട്ടുന്ന സമയങ്ങൾ. കാരണം അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കിട്ടാൻ വലിയ കാരണം. പിന്നെ പ്രത്യേകിച്ച് പറയാൻ ഉള്ളത് ഈ സൂറത്തുൽ ഫലഖ് അതെപ്പോഴാണ് അല്ലാഹു തആല ഖുർആനിൽ കൊണ്ടുവന്നത്? സൂറത്തുൽ ഇഖ്ലാസിന് ശേഷം. ഇഖ്ലാസ് സൂറത്തിൽ പറഞ്ഞെന്താ? അല്ലാഹുവിന്റെ മഹത്വങ്ങളും തൗഹീദാണ്, അല്ലെ? അപ്പോ അത് ആ സൂറത്തിന്റെ ഉടനെ സൂറത്തുൽ ഫലഖ്. എന്തിനാ പറഞ്ഞറിയോ? തൗഹീദിനെ ഇടങ്ങേറാക്കാനും തൗഹീദിനെ ഇല്ലായ്മ ചെയ്യാനും രാപ്പകൽ കഷ്ടപ്പെടുന്ന ഒരു പട്ടാളം തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നു. നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുത്താൻ, നമ്മുടെ തൗഹീദ് ഇല്ലായ്മ ചെയ്യാൻ രാത്രിയും പകലും വ്യത്യാസമില്ലാതെ പണിയെടുക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് ഇവിടെ. ഒരു വിഭാഗം പടപ്പുകൾ ശൈത്താന്മാരും അവരുടെ പണി തന്നെ എന്താ? എങ്ങനെ എനിക്കൊരു മെമ്പർ കിട്ടുന്നതാണ്, എങ്ങനെ ഒരാളുടെ മുൻപിൽ ഇത് ഈമാനില്ലായ്മ ചെയ്യാൻ കഴിയും, എങ്ങനെ ഒരാള് ഇസ്ലാമിന് പുറത്താക്കാൻ കഴിയും, എങ്ങനെ ഒരാളുടെ ഇബാദത്ത് മുടക്കാൻ കഴിയും എന്ന് പ്രവർത്തിക്കുന്ന ഒരു പട്ടാളാണ്. അപ്പൊ അതുകൊണ്ട് അല്ലാഹു തആല ഈ തൗഹീദിന്റെ സൂറത്ത് പറഞ്ഞ ഉടനെ നിന്റെ തൗഹീദ് ഉറപ്പിക്കാൻ, നിന്റെ ഈമാൻ ഉറപ്പിക്കാൻ, നിന്റെ ഇബാദത്തിൽ മാധുര്യം ഉണ്ടാകാൻ നീ ചെയ്യേണ്ടത് അതിനെ ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്നവരുടെ ശർറിൽ നിന്ന് നീ രക്ഷപ്പെടാ. അതെങ്ങനെ രക്ഷപ്പെടും? അത് ഈ സൂറത്ത് ഓതിയാ മതി. ഈ രണ്ട് സൂറത്ത് ഓതിയാ മതി. അതെന്നെ പറയുന്നവനല്ലേ പറയൂ, ഞാൻ കാവൽ തെറ്റോളൂ. ഫലത്തിന്റെ റബ്ബിനെ കൊണ്ട്, ഈ ഫലത്തിന്റെ റബ്ബിനെ കൊണ്ട് ഞാൻ കാവലിനെ തേടുകയാണ് അല്ലാഹുവിനോട്. ആദ്യം തന്നെ പറയാം. എന്നിട്ടിങ്ങനെ ഓരോരോ പറഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ഔദിനെ കുറിച്ച് നമുക്ക് പറയേണ്ടത്. ഔദിനാർത്ഥങ്ങൾ അതിന്റെ മാനന്റെ പറഞ്ഞ് ഭയങ്കര അത്ഭുതമുള്ള ആയത്താണ്. ഇൻഷാ അല്ലാഹ് ഖുർആൻ മുഴുവൻ അത്ഭുതമാണ്. ഓരോ ആയത്തുകളും ഓരോ വാക്കുകളും വലിയ പഠിക്കേണ്ട വിഷയങ്ങളാണ്. അല്ലാഹു തആല നമുക്ക് ആ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഇടങ്ങേറുകളിൽ നിന്ന്, അതുപോലെ സിഹ്റിൽ നിന്ന്, കണ്ണേറിൽ നിന്ന്, ചതിയിൽ നിന്ന്, എല്ലാവിധ ഞങ്ങളെ തളർത്തിക്കളയുന്ന പ്രശ്നങ്ങളിൽ നിന്നിട്ട് റബ്ബായ അല്ലാഹു ആ സൂറത്ത് മുഖേന പടച്ച് നമുക്ക് സലാമത്ത് നൽകുമാറാകട്ടെ, കാവല് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ ഒരുപാട് കാലങ്ങളായി ചെറുപ്പം തൊട്ട് ഞങ്ങൾ ആദ്യമായി പഠിച്ച സൂറത്തായിരിക്കും ഈ സൂറത്തുകൾ. സൂറത്തുൽ ഇഖ്ലാസ് ആണെങ്കിലും സൂറത്തുൽ ഫലഖ് ആണെങ്കിലും നാസ് ആണെങ്കിലും കാലങ്ങൾ കുറെ ആയി പഠിച്ചവനെ ഞങ്ങൾ ഓതുന്നു. പക്ഷെ ആ സൂറത്ത് കൊണ്ട് നേടാൻ കഴിയേണ്ടതും നമുക്ക് ഉണ്ടാക്കാൻ കഴിയേണ്ടതും പക്ഷെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. പഠിച്ചവന് നമ്മുടെ ഈമാനിന്റെ കുറവായിരിക്കും, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയതിന്റെ കുറവായിരിക്കും. ഏതായാലും ആ സൂറത്ത് തന്നെയാണല്ലോ. അതിന്റെ ബർക്കത്തോട് എല്ലാ സന്തോഷങ്ങളും സമാധാനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി നീ നൽകണമോ, നീ നൽകണമോ. എത്ര ആളുകളാണ് പഠിച്ചവനെ സിഹർ കൊണ്ട് ബേജാറായവർ, കണ്ണീറുകൊണ്ട് ബേജാറായവർ. എത്രയോ ആളുകൾ പഠിച്ചവനെ കാലങ്ങളായി പ്രശ്നങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നു. എത്ര മന്ത്രിച്ചാലും എത്ര മരുന്ന് വാങ്ങിയാലും ആരെ കണ്ടാലും അല്ലാഹുവേ പ്രശ്നങ്ങൾക്ക് പരിഹാരമില്ലാതെ ബേജാറായ ആളുകൾ, കച്ചവടം മുഴുവൻ തളർന്നിട്ട് തരിപ്പണമായി, ഒന്നുമില്ലാതെ, വീടില്ലാതെ, പറമ്പില്ലാതെ, ആരോഗ്യമില്ലാതെ കഷ്ടപ്പെടുന്ന ആളുകൾ പഠിച്ചവനെ സർവ്വസികളും നീ ബാത്തിലാക്കണേ അല്ലോ, നീ ബാത്തിലാക്കണേ അല്ലോ, നീ ബാത്തിലാക്കണേ അല്ലോ. എല്ലാവിധ സിഹറിൽ നിന്നിട്ട് പഠിച്ചവനെ ഞങ്ങൾക്ക് നമ്മുടെ വീടുകൾ, വാഹനങ്ങൾ, നാം ചെയ്യുന്ന ജോലികൾ, നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾ, നമ്മുടെ ഭാര്യമാർ, മക്കൾ, കുടുംബങ്ങൾ എല്ലാവർക്കും നീ കാവല് നൽകണേ അല്ലോ, നീ കാവല് നൽകണേ. സീറുകൊണ്ട് എത്രയോ ആളുകൾ മാരകമായ രോഗങ്ങൾ പിടിപെട്ട് ബേജാറായ ആളുകളുണ്ട്. എത്രയോ ഡോക്ടർമാരെ സമീപിക്കുന്നു. രോഗം എന്താണ് എന്ന് ഇന്നുവരെ കണ്ടെത്താൻ ഡോക്ടർമാരെ കൊണ്ട് കഴിയുന്നില്ല. കാരണം അതിന്റെ പിന്നിൽ ശൈത്താനാണ്, അതിന്റെ പിന്നിൽ സിഹറാണ്. പഠിച്ചവനെ എല്ലാവരുടെ ശാരീരികമായ രോഗങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. പഠിച്ചവനെ നമ്മുടെ ജീവിതം മുഴുവനും സന്തോഷിക്കേണ്ട ജീവിതമാക്കി തരണേ അല്ലാഹ്.
റാഹത്തുള്ള ജീവിതമാക്കല്ലോ, ഐശ്വര്യമുള്ള ജീവിതമാക്കല്ലോ, സമാധാനമുള്ള ജീവിതമാക്കല്ലോ. പടച്ചവനെ മരിച്ചുപോയ നമ്മുടെ ഒരുപാട് കുടുംബങ്ങൾ, കഴിഞ്ഞ ദിവസം മരിച്ചുപോയ നമ്മുടെ സ്വാധീനവന്റെ പിതാവ് പടച്ചവനെ നല്ല ഒരു മാസം, നല്ല ഒരു സമയം നിന്റെ റഹ്മത്തിലേക്ക് നീ വിളിച്ചുകൊണ്ടുപോയ ഉപ്പ, അതുപോലെ ഇന്ന് രാവിലെ നമ്മുടെ ചിലങ്കോട് ജമാഅത്തിൽപ്പെട്ട നഫീസ അജ്മ എന്ന പേരുള്ള ഒരു ഉമ്മ മരിച്ചുപോയി. മാസങ്ങളായി രോഗിയായി കഴിഞ്ഞ ഉമ്മയാണ്. മരിച്ചു പോകും ഡോക്ടർമാർ പലപ്പോഴും പറഞ്ഞു, പക്ഷേ മരിക്കാതെ നീ ബാക്കിയാക്കി. അവരുടെ നല്ല ഒരു ദിവസം ആ ഉമ്മയും ഈ നമ്മുടെ സ്വാമിന്റെ ഉപ്പയാണെങ്കിലും രോഗിയായി കഴിഞ്ഞിരുന്നു. അതിന്റെ നല്ല ഒരു ദിവസം അവർ ഭാഗ്യവാന്മാരാണ്, സ്വാധീനങ്ങളാണ്. അവർക്ക് നീ കൊടുത്ത മരണം എന്ത് നല്ല മരണമാണ്. ഇനിയുള്ള ജീവിതവും നീ ആപത്തിലാക്കല്ലോ. സ്വർഗത്തിന്റെ സന്തോഷങ്ങൾ, സ്വർഗത്തിന്റെ സുഖങ്ങൾ അവരുടെ കബരിൽ ധാരാളമായി നീ നൽകണമല്ലോ, നീ നൽകണമോ. അതുപോലെയുള്ള മരണം, നല്ല ദിവസത്തിന്റെ, നല്ല സമയത്തിന്റെ, നല്ല മാസത്തിലുള്ള നല്ല ഒരു മരണം അവരുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ ഞങ്ങൾക്കും നീ നൽകണമല്ലോ, നീ നൽകണമോ. ഈ പള്ളിയുടെ ജമാഅത്ത് പള്ളിയുടെ പല പള്ളികളുടെ ചുറ്റുഭാഗങ്ങളിൽ നമ്മുടെ കുടുംബക്കാരിൽ പലരും, നാട്ടുകാരിൽ പലരും അവരിലാണ്. അവർക്കെല്ലാം പടച്ചോനെ അവസരത്തും മരണമത്തും നൽകി അവരെ നീ അനുഗ്രഹിക്കണേ അല്ലോ. സയ്യിദിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൽ നസീർ. ഹസ്ബനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൽ നസീർ. ഹസ്ബനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൽ നസീർ. സല്ലല്ലാഹു അലാ മുഹമ്മദ് صلى الله على محمد صلى الله عليه